പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് SDP എന്ന് ഇഡിയുടെ കണ്ടെത്തൽ. ഇഡിയുടെ രാജ്യവ്യാപക റെയ്ഡ് പുരോഗമിക്കവേ അന്വേഷണത്തിലേക്ക് NIAയും എത്തുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, ഇഡിയുടെ കണ്ടെത്തൽ ഗൗരവതരമായി തന്നെ കാണണം. ഇനിയിപ്പോൾ NIAയും കൂടെ ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള അന്വേഷണം ഉണ്ടാവുക? കാളിദാസ്, SDP-യുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ദേശീയ ഏജൻസികളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി വീണ്ടും കേരളം മാറുന്നത്. അതായത് ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ന് കേരളം ഉൾപ്പെടെ ഡൽഹിയും കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലായി 14 ഇടങ്ങളിലാണ് ഇന്ന് EDയുടെ റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡ് പുരോഗമിക്കുന്നതിനിടയിലാണ് NIAയും ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം കിട്ടുന്നത്. അതായത് PFIയുടെ രാഷ്ട്രീയ രൂപമാണ് SDP എന്ന EDയുടെ കണ്ടെത്തലിന് പിന്നാലെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കൂടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫൈസിയെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിരുന്നത്. അതായത് വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലടക്കം SDP-ക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള മണ്ണ് ക്ലിയറാക്കി കൊടുത്തത് PFI ആണെന്ന് ED കണ്ടെത്തിയിരുന്നു. ഈ ഒരു കണ്ടെത്തലിന് പിന്നാലെ NIAയും ഈ കേസിന്റെ അന്വേഷണ ഭാഗമായിരിക്കുകയാണ്. അതായത് തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022-ലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം PFIയെ നിരോധിക്കുന്നത്. അതിനുശേഷം കേന്ദ്ര ഏജൻസികൾ അത്രയധികം കേരളത്തിൽ സജീവമല്ലായിരുന്നു. ഈ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തും അടക്കം ഇന്ന് ED റെയ്ഡ് നടത്തിയിരിക്കുന്നു. ഈ റെയ്ഡിന് പിന്നാലെയാണ് വീണ്ടും ഈ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് കണ്ണൂന്നുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അതായത് നിലവിൽ EDയുടെ പരിശോധനകൾ പലയിടത്തും തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ നോക്കേണ്ട കാര്യം, അതായത് കേരള പോലീസിനെ ഈ റെയ്ഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും ED അറിയിച്ചിരുന്നില്ല. CRPFന്റെ സുരക്ഷയിലാണ് ED റെയ്ഡ് നടത്തിയിരിക്കുന്നത്. മുൻപൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടത്തിയ സാഹചര്യത്തിലും കേരള പോലീസിനെ വിവരം അറിയിച്ചിരുന്നില്ല. പല റെയ്ഡുകളും നടത്തുന്നതിന് മുന്നോടിയായിട്ട് NIA കേരള പോലീസിന്റെ സഹായം തേടിയിരുന്നു. അതിന്റെ ഭാഗമായി റെയ്ഡ് നടത്താൻ വേണ്ടി സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേന് ഇവർ ഉദ്ദേശിക്കുന്ന ആളുകളെ ഒന്നും അവിടെ നിന്ന് കണ്ടെത്താനോ രേഖകൾ കണ്ടെത്താനോ സാധിക്കാത്ത സാഹചര്യത്തിലാണ് പിന്നീട് കേന്ദ്ര സേനകളുടെ സുരക്ഷയിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് ആരംഭിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് EDയും റെയ്ഡ് നടത്തിയിരിക്കുന്നത്. എന്നാലും ഇന്ന് ED നടത്തിയ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് കണ്ടെത്തുന്ന രേഖകൾ കൂടെ NIA പരിശോധിച്ചതിന് ശേഷമായിരിക്കും NIA കൂടുതൽ റെയ്ഡുകളും പരിശോധനകളും കേരളത്തിൽ ആരംഭിക്കുക. 2009-ലാണ് SDP രൂപം കൊള്ളുന്നത്. അതായത് ED കണ്ടെത്തിയത് SDP പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണെന്ന് തന്നെയാണ് കണ്ടെത്തിയത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം PFI കണ്ടെത്തിയ ഫണ്ട്, നിലവിൽ ആ PFIയുടെ കേസുകൾ നടക്കുന്നതിനടക്കം ഉള്ള ഫണ്ട് സ്വരൂപിച്ച് ഈ SDP-യുടെ അക്കൗണ്ടുകളിലേക്കാണ് വരുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചാണ് PFI പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. 2022-ൽ PFIനെ നിരോധിച്ചതിന് ശേഷം SDP-യിലേക്ക് PFIയിലെ നേതാക്കളടക്കം പ്രവർത്തകരടക്കം ഇപ്പൊ ചേക്കേറിയിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു അന്വേഷണം NIA ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിലടക്കം റെയ്ഡുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ NIAയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, കേരളത്തിലെയും ഡൽഹിയിലെയും അടക്കം ഉദ്യോഗസ്ഥരുടെ അവധികളടക്കം റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാളിദാസ്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.